രണ്ട് ഘട്ട പന്നിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ചെവിയിൽ വെച്ച് സിനിമ കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. കങ്കുവറ്റു ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പുള്ളിയോട് കങ്കുവറ്റു പ്ലീസ്, അത് റിക്വസ്റ്റ് ആണ് സൂര്യ ഫാൻ നിലയിൽ. ഇന്ത്യൻ സിനിമയുടെ ഗതിമാറ്റം എന്നൊക്കെ ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, പക്ഷേ അതിന് തീരെ സാധ്യതയില്ലാത്ത ഒരു ആവറേജ് അനുഭവമായിട്ട് ഒതുങ്ങിയാണ്. എവിടെയാ പാളിച്ചായിട്ട് തോന്നുന്നത്? കഥയാണോ? മൊത്തം പാളിച്ചാണ്. ആകെ സൂര്യ മാത്രമുള്ള ഒരു പോസിറ്റീവ് ഫാക്ടർ, വേറെ ഒന്നുമില്ല. ചേട്ടാ നല്ലൊരു റിവ്യൂ തരാം. സൂര്യ ഫാൻ നിലയിൽ പറയണതാണ് കങ്കുവറ്റു ഇറങ്ങാൻ പോകുന്നുണ്ട്. കങ്കുവറ്റു ഇറക്കരുതെന്ന് പറയണം. കോടിക്കുന്നൊരു വിലയില്ല ചേട്ടാ. കോടി ആൾ അന്നാത്ത് ഇറക്കിയപ്പോൾ തൊട്ടുള്ള സങ്കടമാണ്. അതിപ്പോൾ നിങ്ങളോട് പറയുന്നതാണ് സൂര്യ ഫാൻ നിലയിൽ. ആൾ അന്നാത്ത് ഇറക്കി കൊളോക്കിയതാണ്. അതേപോലെ തന്നെ ഒരു പടം ഉണ്ടാക്കി വെച്ച് ഇത്രയൊക്കെ പൈസ ഇത്ര ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തത് വേറെ പാവപ്പെട്ടവർ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ. കങ്കുവറ്റു ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പുള്ളിയോട് കങ്കുവറ്റു പ്ലീസ്, അത് റിക്വസ്റ്റ് ആണ് സൂര്യ ഫാൻ നിലയിൽ. ആൾ അച്ഛനെ വെച്ച് എന്തോരം പടം വേണമെങ്കിലും എടുത്തോട്ടെ, കങ്കുവറ്റു വേണ്ടെന്ന് പറയണം. എല്ലാവരും ഒന്ന് സൂര്യയിലേക്ക് എത്തിക്കട്ടെ ഇത് പ്ലീസ്. പടം എനിക്ക് തീരെ പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. 2.5 മണിക്കൂർ വേസ്റ്റ് ആയി പോയെന്ന് പറയാം. സിനിമ മേക്കിംഗ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാം തന്നെ വളരെ മോശം. ഫുള്ള് അലർച്ചയാണ് പടത്തിൽ. നമ്മളൊരു 2 ഘട്ട പന്നിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ചെവിയിൽ വെച്ച് സിനിമ കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. സിനിമ ഒന്നിനും കൊള്ളില്ല, വളരെ മോശം. എക്സ്പ്രഷൻ ഉണ്ടായില്ല. ഇത് ശിവയുടെ സിനിമയാണ്, അപ്പം തന്നെ നമുക്കറിയാം ഏത് ലെവലായിരിക്കും. അത് ബിഗ് ബൈറ്റ് സിനിമയും കൂടെ ആകുമ്പോൾ അതെങ്ങനെയാണ് ആ പൈസ യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടായി. പക്ഷെ പടം ഒന്നുമല്ല, എക്സൈറ്റ് ചെയ്ത് ഒട്ടും എക്സ്പ്രഷൻ ഉണ്ടായില്ല. എന്നിട്ട് പോലും പടം വളരെ മോശമായിട്ട് തോന്നി. ഇന്റർവെല് കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നി. ഇന്റർവെല് ആയപ്പോൾ ഒരു സൈലൻസ് ആയപ്പോൾ ഒരു സമാധാനമായിരുന്നു. ആ അലർച്ചയൊക്കെ പോയല്ലോ. പിന്നെ എന്തിനാണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്? സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഉള്ള ഒന്നുമില്ല പടത്തിൽ. ഈ പടം തന്നെ വളരെ ഒന്നുമില്ല, വെറുതെ ഒരു ഫ്ലാറ്റ് ഒരു പടം. നല്ലൊരു മൂവിയാണ് സാധിച്ചു. നമ്മുടെ സൂര്യ മച്ചാന്റെ വേറെ ലെവലാണ് ആക്ടിങ്, പെർഫോമൻസ് സൂപ്പറാണ്. നമ്മൾ അറിയാം, ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോബി ഡിയോള്, നമ്മൾ പണ്ടൊക്കെ കണ്ട ഗുപ്തം സോൾജിയറൊക്കെ കണ്ട് ഓരി തെരിപ്പിച്ച ബോബി ഡിയോളുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് സിനിമ. അതുപോലെ കലാസംവിധാന മികവ് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. കലാസംവിധാനം ചെയ്ത ആരാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ശിവസാറിന്റെ ഒരു ബന്ധുവിലാണ് സിനിമ. സൂര്യയുടെ പെർഫോമൻസ് പറഞ്ഞാൽ അദ്ദേഹം ഇരട്ട വേഷം ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ സസ്പെൻസ് ഒരുപാടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഈ തിരക്കിനെ കണ്ടാൽ അറിയാം സൂര്യ ഫാൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ സൂര്യ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് ആണ് പടത്തിന്റെ വേറെ ലെവൽ. ഒരു മാജിക് തന്നെയാണ്, സൂര്യ മാജിക് തന്നെയാണ് ഈ മൂവി. ഗംഭീര പെർഫോമൻസ്. പിന്നെ ഗസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ആ സസ്പെൻസ് ആണ്. എന്നാലും പടം വേറെ മൾട്ടി ലെവൽ അടിപൊളി. 100 കോടി അടിക്കുമോ? 100 കോടി അടിക്കുമോ? അതിലും മേലെ അടിക്കും. പടം വളരെ മോശമാണ്. റിസൾട്ട് കിട്ടിയില്ല. എന്താ റിസൾട്ട് കിട്ടിയില്ല? ഇല്ല ഞാൻ ഞാൻ അധികം പ്രതീക്ഷയോടെയല്ല വന്നത്. കാരണം പടത്തിലെ എല്ലാം സെറ്റായിരുന്നു. ഡയറക്ടർ ഒഴിച്ച് ബാക്കി എല്ലാവരും സെറ്റായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ തന്നെ ഡയറക്ടർ നല്ല മോശമായി തന്നിട്ടുണ്ട്. സൂര്യ നല്ല ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡയറക്ഷൻ ഭയങ്കര ഷോക്ക്. എവിടെയാ പാളിച്ചായിട്ട് തോന്നുന്നത്? കഥയാണോ? മൊത്തം പാളിച്ചാണ്. ആകെ സൂര്യ മാത്രമുള്ള ഒരു പോസിറ്റീവ് ഫാക്ടർ, വേറെ ഒന്നുമില്ല. ഡയറക്ഷനൊക്കെ വൻ ഷോക്കും. BGM ആയാലും കുഴപ്പമില്ല. പിന്നെ ശിവയുടെ സ്ഥിരമായിട്ട് കുറച്ച് ചെറിയ പാസമൊക്കെ കുത്തിക്കയറ്റി വെറുതെ വെറുപ്പിക്കലായിരുന്നു. മോശം. സെക്കൻഡ് പാർട്ടിലോട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. കാണാനായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല തോന്നുന്നില്ല, ഒട്ടും തോന്നുന്നില്ല. അത് കുഴപ്പമൊന്നുമില്ല. സൂര്യയുടെ കയറിയില്ല. ഇത് ഒരു വെറൈറ്റി പടമാണ്, നല്ല മൂഡിൽ പടമാണ്. ഞാൻ ഈ സിംഗൊക്കെ പോലെ ഒന്നും വിചാരിച്ചു, പക്ഷെ ഇതങ്ങനെ അല്ല. രണ്ട് ക്യാരക്ടർ നല്ലതാണ്. ഒന്ന് നാടൻ ശൈലിയും പിന്നെ ഒരു ഇത്, പിന്നെ ആ കുട്ടീനെ രക്ഷിക്കുന്ന ഒരു പണ്ടത്തെ നാടൻ ഇതുപോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ സൂര്യയിൽ ഇങ്ങനെ അല്ല അവൻ്റെ ഒക്കെ പടമൊക്കെ നല്ല ഫൈറ്റും പോലീസും ഇതൊക്കെ ആയിട്ടെല്ലാം പടം അതുപോലെ തന്നെ വരാറ്. പക്ഷെ ഇത് അടിക്കട്ട് മേലായി കിടക്കാഴ്ചയായിട്ടുണ്ട് പടം. ഇത് കുഴപ്പമൊന്നുമില്ല. ഇപ്രാവശ്യം സൂര്യയുടെ ഇത് പടം മാസമാവും. കുറച്ചൊരു ലാഗ് ഉണ്ടെങ്കിലും പക്ഷെ ബോറില്ല. പക്ഷെ പിന്നെ 3D ആണ്. അപ്പം അതിൻ്റെ ഇതുണ്ട്. മ്യൂസിക്കിൻ്റെ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പണ്ടത്തെ ഫിലിം പോലെ മൈഡിയ കുട്ടിച്ചാത്ത പോലെ അവന്, പക്ഷെ അത് നല്ല നീറ്റായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രാഫിക്സ് പിന്നെ അങ്ങനെ കുറേ ഇത്. പിന്നെ സൂര്യനെ പറയുമ്പോൾ നല്ല അടിപൊളി സ്റ്റാറാണ്, നടനാണ്. അത് ഇതുപോലെ കാണിച്ചിട്ടുണ്ട് പടം. കുഴപ്പമൊന്നുമില്ല. ഇപ്രാവശ്യം ഇത് സൂര്യൻ്റെ മേലെ കയറും. അടിപൊളിയായിട്ടുണ്ട് ഇക്കത്. ഞാൻ അണ്ണനോട് കാലത്ത് പറഞ്ഞ വാക്ക്, അതായത് കോപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് തിരുത്തി പറയുന്നു. കാരണം എന്താ പറയുക, എനിക്ക് കണ്ണിന് വെള്ളം വന്ന് ആളങ്ങനെ പറഞ്ഞാലും പക്ഷെ എനിക്ക് കണ്ണിന് വെള്ളം വന്നു. ഇപ്രാവശ്യം ഇത് 100 മേലെ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം ഒരു ആവറേജ് അനുഭവം എന്ന രീതിയിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം സൂര്യയുടെ ഡബിൾ റോൾ ആയിട്ട് കൂടി പടത്തിന് തീരെ ഒരു പടം എങ്ങും സ്റ്റാർട്ട് ചെയ്യാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ 2 റോളുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടം കാണിക്കുന്നതായിരുന്നു കൂടുതൽ നന്നായിട്ട് വന്നത്.
പിന്നെ BGM ചില സീനുകളിൽ 1-2 സീനുകൾ BGM നന്നായിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ സോങ്സ് നന്നായിട്ട് ഫീൽ ചെയ്തു. VFX വർക്കൊക്കെ ആവറേജിന് അപ്പുറത്തേക്ക് ഉയർന്നില്ല എന്നുള്ളത് ഇത്തരം പടത്തിൽ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ആ VFX ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു ഫീലൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. പല സീനുകളിലും അത് വളരെ വളരെ ആവറേജ് ആയിട്ട് മാറി ആ VFX വർക്ക്. എനിക്ക് തോന്നുന്നില്ല ഈ പടം നമ്മൾ ഒരു ഇന്ത്യൻ സിനിമയുടെ ഗതിമാറ്റം എന്നൊക്കെ ഇതിനെ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു. പക്ഷേ അതിന് തീരെ സാധ്യതയില്ലാത്ത ഒരു ആവറേജ് അനുഭവമായിട്ട് ഒതുങ്ങിയാണ് കങ്കുവയ്ക്ക് ഉണ്ടായത്. സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ അതായത് സൂര്യയുടെ പെർഫോം ചെയ്യാൻ വേണ്ടി സൂര്യയുടെ കഥാപാത്രം തീരെ ഡെപ്ത് ഇല്ലാത്ത ഒരു കഥാപാത്രമാണ്. ഇത് സൂര്യയല്ല, അമിതാഭ് ബച്ചനല്ല, ഏത് നടൻ വന്നാലും ഈ പടത്തിന് ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. കാരണം കഥാപാത്രം വളരെ ഒരു സ്ട്രോങ്ങും അല്ലാത്ത രീതിയിലാണ് കഥാപാത്രം എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2 റോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ടൈം ട്രാവലും അങ്ങനെയുള്ള പുനർജന്മം അതുപോലുള്ള കണക്ഷൻസ് ഒക്കെ അതിലും അതിഗംഭീരമായ സിനിമകൾ സൂര്യ തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്തരമൊരു കഥാപരിസരം വെച്ച് നോക്കുമ്പോൾ തീരെ സ്ട്രോങ് അല്ലാത്ത ഒരു കഥാപാത്രം സൂര്യ മാക്സിമം ട്രൈ ചെയ്തു എന്നല്ലാതെ പക്ഷേ ഈ സിനിമയെ ഒരു ആവറേജിന് അപ്പുറത്തേക്ക് മാറ്റാൻ സൂര്യക്കും കഴിഞ്ഞിട്ടില്ല. സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ എല്ലാവരും പൊതുവെ അങ്ങനെ കാണുന്നതാണ്. ഇപ്രാവശ്യം നമ്മൾ റെഡിയാക്കിയില്ല, അടുത്ത പ്രാവശ്യം ഞാൻ റെഡിയാക്കിക്കോളാം എന്ന് പറയണ പോലെയാണ് ആ സെക്കൻഡ് പാർട്ട് എടുത്തായിട്ട് തോന്നിയത്. എനിക്ക് തോന്നുന്നില്ല ഈ പടത്തിൻ്റെ ഒരു വിധി എങ്ങനെയാവും. ഇനി ഒരു ഗംഭീര വിജയമായെങ്കിൽ മാത്രമല്ലേ ഇത്രയും ഒരു സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ പോകുള്ളൂ. പക്ഷേ ആ ഒരു കഥാപാത്രം, കാർത്തിയുടെ കഥാപാത്രം ട്രെയിലറിൽ ലാസ്റ്റ് കാണിക്കുന്ന കഥാപാത്രം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ആ ഒരു പാർട്ട് 2ലേക്ക് പോകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്തിട്ടില്ല.